എല്ലാവർക്കും ആസ്പിയർ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും പുതിയ സിനിമകളുടെ OTT അപ്ഡേറ്റ്സ് അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ അപ്ഡേറ്റ് ദ ഇലക്ട്രിക് സ്റ്റേറ്റ് എന്ന അമേരിക്കൻ സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ മൂവിയുടേതാണ്. ക്രിസ് പ്രാട്ടും മില്ലി ബോണിയും പ്രധാന റോളുകളിലെത്തിയ മൂവി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് എമർജൻസി എന്ന ഹോളിവുഡ് മൂവിയുടേതാണ്. ഇന്ദിരാഗാന്ധിയുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞു പോകുന്ന ഹിസ്റ്റോറിക്കൽ ബയോഗ്രാഫിക്കൽ ഡ്രാമ മൂവിയാണ് എമർജൻസി. കങ്കണ റണാവത്ത് പ്രധാന റോളിലെത്തിയ മൂവി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് ആസാദ് എന്ന ആക്ഷൻ കോമഡി റൊമാന്റിക് ഹിന്ദി മൂവിയുടേതാണ്. അജയ് ദേവ്ഗൺ, ഡയാന പെന്റി, ആമൻ ദേവ്ഗൺ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ എത്തിയ മൂവി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് വനവാസ് എന്ന ഹിന്ദി ഫാമിലി ഡ്രാമ മൂവിയുടേതാണ്. രാജ്പാൽ യാദവ്, സിമ്രാത്ത് കൌർ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മൂവി ഇപ്പോൾ C5 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ഫോറസ്റ്റ് എന്ന കന്നഡ കോമഡി ത്രില്ലർ മൂവിയുടേതാണ്. ചിക്കണ്ണ പ്രധാന റോളിലെത്തിയ മൂവി ഇപ്പോൾ C5 അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് ഹിരണ്യ എന്ന കന്നഡ ആക്ഷൻ ഡ്രാമ മൂവിയുടേതാണ്. രാജവർദ്ധൻ നായകനായി എത്തിയ മൂവി ഇപ്പോൾ സൺ നെക്സ്റ്റിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് ബി ഹാപ്പി എന്ന ഹിന്ദി ഡാൻസ് ഡ്രാമ മൂവിയുടേതാണ്. അഭിഷേക് ബച്ചൻ പ്രധാന കഥാപാത്രമായി എത്തിയ മൂവി ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് 2K ലവ് സ്റ്റോറി എന്ന തമിഴ് കോമഡി റൊമാന്റിക് മൂവിയുടേതാണ്. ജഗവീർ, മീനാക്ഷി, ബാലാശരവണൻ എന്നിവർ പ്രധാന റോളുകളിലെത്തിയ മൂവി ഇപ്പോൾ ആഹാ തമിഴിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് കാതൽ എൻപട് പൊതു ഉടമൈ എന്ന തമിഴ് ഡ്രാമ മൂവിയുടേതാണ്. ലിജോ മോൾ ജോസ്, വിനീത്, രോഹിണി എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ മൂവി ഇപ്പോൾ ടെന്റ് കോട്ട OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് സീസ എന്ന തമിഴ് ക്രൈം ത്രില്ലർ മൂവിയുടേതാണ്. നാട്ടി സുബ്രഹ്മണ്യം പ്രധാന റോളിലെത്തിയ മൂവി ഇപ്പോൾ ആഹാ തമിഴ് വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് രാമം രാഘവം എന്ന തെലുങ്കു ഡ്രാമ ത്രില്ലർ മൂവിയുടേതാണ്. സമുദ്രക്കനി കേന്ദ്ര കഥാപാത്രമായി എത്തിയ മൂവി ETV വിൻ OTT പ്ലാറ്റ്ഫോം വഴി OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്ത അപ്ഡേറ്റ് രാജാക്കിളി എന്ന തമിഴ് ആക്ഷൻ ഡ്രാമ മൂവിയുടേതാണ്. തമ്പി രാമയ്യ, സമുദ്രക്കനി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മൂവി ഇപ്പോൾ ടെന്റ് കോട്ട OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അടുത്ത അപ്ഡേറ്റ് പൊന്മാൻ എന്ന മലയാളം കോമഡി ത്രില്ലർ മൂവിയുടേതാണ്. ബേസിൽ ജോസഫും സജിൻ ഗോപുവും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ മൂവി ഇപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അവസാനത്തെ അപ്ഡേറ്റ് ഏജന്റ് എന്ന തെലുങ്കു ആക്ഷൻ ത്രില്ലർ മൂവിയുടേതാണ്. അഖിൽ അക്നേനിയും മമ്മൂട്ടിയും പ്രധാന റോളുകളിലെത്തിയ ചിത്രം ഇപ്പോൾ സോണി ലിവിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ സിനിമാ വാർത്തകൾക്കും OTT അപ്ഡേറ്റ്സിനുമായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.